പ്രധാന വാർത്ത യുക്രൈനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സംഘർഷം ഒത്തുതീർപ്പാക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഇസ്താംബുളിൽ മെയ് 15-ന് യുക്രൈനുമായി നേരിട്ട് ചർച്ചകൾ നടത്താമെന്നും പുടിൻ പറഞ്ഞു. ചർച്ചകൾക്ക് സൗകര്യമൊരുക്കുന്നതിനെ കുറിച്ച് തുർക്കി പ്രസിഡന്റ് തയ്യിപ്പ് എർദോഗനുമായി സംസാരിക്കും. ഇത് വെടിനിർത്തലിലേക്ക് നയിച്ചേക്കാമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. പുടിന്റെ നിർദ്ദേശത്തോട് യുക്രൈൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യുക്രൈന്റെ പ്രതികരണം എപ്പോഴുണ്ടാകുമെന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. സമാധാനം പശ്ചിമേഷ്യയിലും പുലരുകയാണ് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. യുക്രൈനുമായിട്ടുള്ള ആ ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനെ തുടർന്ന് എത്തരത്തിലുള്ള ചർച്ചകൾ, നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചിരിക്കുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്താംബുളിൽ മെയ് 15-ന് യുക്രൈനുമായി നേരിട്ട് ചർച്ചകൾ നടത്താമെന്നുകൂടി പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നു. ചർച്ചകൾക്ക് സൗകര്യമൊരുക്കുക തുർക്കിയാണ്. തുർക്കി പ്രസിഡന്റ് തയ്യിപ്പ് എർദോഗനുമായി സംസാരിച്ചായിരിക്കും ചർച്ചകൾക്ക് എത്തരത്തിലുള്ള സൗകര്യങ്ങൾ വേണമെന്നുള്ളതിനെ കുറിച്ചെല്ലാം സംസാരിക്കുക. ഇത് വെടിനിർത്തലിലേക്ക് വരെ നയിച്ചേക്കാമെന്നും കൂടി പുടിൻ കൂട്ടിച്ചേർത്തു. അതായത് സമാധാനം തന്നെയാണ് റഷ്യൻ പ്രസിഡന്റും ആഗ്രഹിക്കുന്നത് എന്നുള്ള സൂചനകൾ തന്നെയാണ്. നേരത്തെയും വെടിനിർത്തൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഈസ്റ്റർ ദിനത്തിലെല്ലാം വെടിനിർത്തൽ ഉണ്ട്, ഈ ആരെയും അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ പോലും പലതരത്തിൽ യുക്രൈൻ ഉന്നയിച്ചത് റഷ്യയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായി, ഈസ്റ്റർ പ്രാർത്ഥനയ്ക്കായി പോകുന്നവർക്ക് നേരെ റഷ്യ ആക്രമണം തൊടുത്തുവിട്ടു എന്നുള്ള തരത്തിൽ കൂടിയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യങ്ങളൊന്നും റഷ്യ വലിയ രീതിയിൽ അന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ യുക്രൈൻ റഷ്യ സംഘർഷത്തിന് ഒരു അയവ് വരാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. ഒരു വെടിനിർത്തലിലേക്ക് വരെ ചർച്ചകൾ നയിച്ചേക്കാം എന്നുള്ള സൂചന കൂടി പുടിൻ കൂട്ടിച്ചേർക്കുകയാണ്. ഇതുവരെയും പുടിന്റെ ഈ ഒരു നിർദ്ദേശത്തോട് യുക്രൈൻ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും കൂടിയുണ്ട്.